ഈ വർഷത്തെ തിരുവോണ ദിനത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള ദിവസമാണ്. ഇന്നാണ് സജിനിയുടെ സ്വന്തം വല്ലപ്പെട്ട കളരിയിൽ വെച്ചിട്ട് ആദരിക്കുന്ന ഒരു ദിവസമാണ്. ഇത് കുറേ ഫോക്ക്ലോർ അക്കാദമി അവാർഡൊക്കെ ഈ വർഷത്തെ നേടി, അതിലുപരി സ്വന്തം ഗുരുകുലത്തിൽ വെച്ചിട്ട് സ്വന്തം ഗുരുക്കളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി അനുഗ്രഹം ഏറ്റുവാങ്ങുക എന്നുള്ളത് സജിനിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഇന്ന് നിറവേറാൻ പോവുകയാണ്. കളരിയിൽ എല്ലാവരും വന്നിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടികളും അവരെ രക്ഷിതാക്കളും, പിന്നെ ഇത് കുറച്ച് അകലെ നിന്നുള്ള വിദേശത്തു നിന്നുള്ള ആളുകളും പഠിക്കാനുള്ള സ്റ്റുഡൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ മുന്നിൽ വെച്ച് സ്വന്തം കളരിയിൽ നമ്മൾ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ പോകുമ്പോൾ അതിനുള്ള സന്തോഷം നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വളരെ സന്തോഷം. ഗുരുക്കളുടെ സാന്നിധ്യത്തിലും ഗുരുക്കളായിട്ട് ഗുരുക്കളുടെ അച്ഛനായിട്ടുള്ള വിശ്വനാഥൻ ഗുരുക്കളുടെയൊക്കെ അടുത്ത് നിന്നിട്ട് തന്നെ മരിച്ചുപോയി എങ്കിലും അവരുടെ പാവന സ്മരണയ്ക്ക് മുന്നിലൊക്കെ നല്ല ആദരവ് ഏറ്റുവാങ്ങാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ എല്ലാ കൂട്ടുകാരും വന്നിട്ടുണ്ട്. നമ്മളൊപ്പം പഠിച്ചതും പഠിപ്പിച്ചതുമായിട്ടുള്ള ഗുരുക്കളും ശിഷ്യന്മാരും കൂട്ടുകാരും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ ഈ പരിപാടിയിൽ വളരെ അവരുടെ മുഖത്ത് സന്തോഷമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് എത്രത്തോളം സന്തോഷമാണെന്ന്. എന്നിട്ട് എല്ലാവരും ഒപ്പം നിന്ന് ഞങ്ങൾ സെൽഫിയും ഫോട്ടോകളും ഒക്കെ എടുത്തു. ഈ കുട്ടികളൊക്കെ നമ്മളെ കളരിയിൽ പഠിച്ചിട്ട് വർഷങ്ങളായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ രക്ഷിതാക്കളും അവരുടെ കളരിയിൽ പൂത്രയിലൊക്കെ നിറയെ ദീപങ്ങളൊക്കെ തെളിയിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി, അതായത് വിദേശ വനിതകളും വിദേശ പൗരന്മാരൊക്കെ അടക്കം എല്ലാവരും പങ്കെടുത്തതിലുള്ള സന്തോഷം നമുക്ക് കാണാൻ പറ്റും. ആ കുട്ടികളുടെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടോ? നമ്മുടെ കുട്ടികളൊക്കെ വളരെ വളരെ സന്തോഷവതികളും സന്തോഷവാന്മാരുമായി നിൽക്കുന്നതായി ആ ഫോട്ടോയിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവരുടെ മുഖത്തുള്ള എല്ലാ സന്തോഷങ്ങളും എല്ലാവിധ ഓണത്തിൻ്റെ ഒരു വളരെ ഉത്സവകരമായിട്ടുള്ളൊരു അന്തരീക്ഷം നമുക്ക് കാണാൻ പറ്റും. സ്വന്തം സഹോദരി ഈ സജിത പങ്കെടുത്തു. ഗുരുക്കൾ സജിനിക്ക് പൊന്നാട അണിയിച്ചത് അഡ്വക്കേറ്റ് മുകുന്ദേട്ടനും ഹരിഗുരുക്കളും കൂടി ചേർന്നാണ്. ട്രോഫി തന്ന് ആദരിച്ചത് അഡ്വക്കേറ്റ് മുകുന്ദേട്ടനാണ്. ഒരു ആയോധന കല മാത്രമല്ല, നമ്മളെ ഒരു മര്യാദ പഠിപ്പിക്കുന്ന ഒരു കാലം കൂടിയാണ്. കളരി അഭ്യസിക്കുന്ന ആളുകൾക്ക് ഒരുപാട്, അതാണ് ഗുരുകുല സമ്പ്രദായം വഴിയാണ് കളരി മാത്രം പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ രക്ഷ കൊടുക്കാറുണ്ടോ ഒക്കെ അറിയില്ല. അങ്ങനെയുള്ള ഒരു പരിപാടി മറ്റ് ആയോധന കലകൾക്ക് ഇല്ല. ഇതെന്താ പറയുക, ഇത് നമ്മളൊരു ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളരി പഠിക്കുന്നത്. അതായത് ഈ നിൽക്കുന്ന ആളുകൾ കളരി കുടുംബമാണ്. കളരി കുടുംബത്തിലെ ആളുകളുടെ കാര്യങ്ങളിൽ എല്ലാത്തിലും കളരി ഇടപെടണം. ഇത്തെ കാര്യങ്ങൾക്കല്ല, ഒക്കെ നല്ല കാര്യങ്ങളാണ്. കളരി ഒരിക്കലും ഒരാളെ ദ്രോഹിക്കണം എന്ന് പറയില്ല, അതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് നോക്കുകയല്ല, നമുക്ക് ശിവൻ സ്വാമിയുടെ അവിടുന്ന് ഒടുങ്ങി ഇങ്ങനെ പരമ്പരകളായിട്ട് അവസാനം നമ്മുടെ ഗുരുക്കന്മാർ കൈമാറിയിട്ടുള്ളതാണ് കളരി. അപ്പോൾ കളരിയുടെ ആളുകളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ആ രീതിയിൽ തന്നെ പോകണം. യാതൊരുവിധ അന്യായം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. വലുതുള്ളകത്തിനെ ക്ഷമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കളരി കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ വന്നിട്ടുള്ള എല്ലാവരും, മനസ്സിലായി. അപ്പം അത് അറിയാത്ത ചില കുട്ടികളൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഹരിയേട്ടനോട് പറയണം, നമുക്കുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കണം. അതാണ് വേണ്ടത്. ഇപ്പോൾ കളരിയുടെ ഗുരുക്കൾ എന്നുള്ള രീതിയിൽ ഹരിയേട്ടനെ അറിയിക്കണം. പലപ്പോഴും ചിലത് അങ്ങനെ വിട്ടുപോകുന്നുണ്ടോ എന്ന് ചില സംശയങ്ങൾ എനിക്ക് തോന്നിയതാണ്, എൻ്റെ മാത്രം സംശയം. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സജിനി ഗുരുക്കൾ വല്ലപ്പെട്ട കളരിയുടെ ഒരാൾ തന്നെയാണ്. വല്ലപ്പെട്ട കളരി പല സ്ഥലങ്ങളിലുണ്ട്. അതിലൊരു കളരിയുടെ ഗുരുക്കളാണ് സജിനി ഗുരുക്കൾ. സജിനി ഗുരുക്കൾക്ക് 2022 കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അതിന് പുറമെ കണ്ണുകെട്ടി പയറ്റിൽ അതിൽ ഏഷ്യൻ റെക്കോർഡും പിന്നെ ഇന്ത്യൻ റെക്കോർഡും ഉള്ള കരസ്ഥമാക്കിയ ആളാണ്. അപ്പോൾ അവരെ ആദരിക്കാൻ വേണ്ടിയും കൂടിയാണ് ഇങ്ങനെ എല്ലാവരും വൃത്തിയാണുള്ളത്. അപ്പോൾ അവരെ ആദരിക്കേണ്ട ചടങ്ങ് ഇപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞ് ഞാൻ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാം, ഉപയോഗിക്കാം. പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യത്തിനിടയിൽ കയറി പറയുകയാണ് മൂന്നേട്ടൻ. പിന്നെ മുന്നേ പിന്നെ കോടതിയിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്.
അദ്ദേഹം ഈ പ്രായത്തിൽ അതുകൂടി നമുക്ക് ഇതിലൊരു അഭിമാനമാണ്, കളരിയും കൂടി ഈ പ്രായത്തിൽ അഡ്വക്കേറ്റ് മോഹനേട്ടനായിരുന്നു. സജിനിക്കിയെ ആ ഫോക്ലോർ അക്കാദമി അവാർഡ് നേടുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് കൂടുതലായും ഹരിഗുരുക്കൾ അതിന് വേണ്ടിയിട്ട് എല്ലാ പ്രോത്സാഹനവും നൽകി. അത് കളരിയിലെ എല്ലാ കുട്ടികളും ഇതിൻ്റെ ഭാഗവാക്കാണ്. എല്ലാ കുട്ടികളും എല്ലാ ഗുരുനാഥന്മാരെയും ഈ വേളയിൽ സജിനി ഓർക്കുന്നു. എല്ലാ സഹകരിച്ച എല്ലാവർക്കും സജിനിയുടെ എല്ലാവിധ സ്മരണകളും. ഇത്തരം കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നതും അവർക്ക് പ്രചോദനമാകുന്നതും. ഇത്തരം ആദരവും ഇത്തരം പ്രോത്സാഹനങ്ങളും നിത്യജീവിതത്തിൽ എല്ലാവർക്കും അതിനു വേണ്ട എല്ലാ കഴിവുകളും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.